പുത്തൻ വിദ്യാഭ്യാസ പ്രോഗ്രാം പരിചയപ്പെടുത്തുന്നു. കരിയർ ജാലകം. നമസ്കാരം. കരിയർ ജാലകത്തിലേക്ക് സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഒരധ്യയന വർഷം കൂടി നമ്മുടെ മുമ്പിൽ പിറന്നു വീണിരിക്കുകയാണ്. CBSEയും അതുപോലെ സ്റ്റേറ്റ് ബോർഡുകളും, പ്രത്യേകിച്ചും കേരളത്തിലെ സ്റ്റേറ്റ് ബോർഡും 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. മുൻ വർഷങ്ങളിൽ നിന്ന് ഭിന്നമായി സ്റ്റേറ്റ് ബോർഡിലാണെങ്കിലും CBSEയിലാണെങ്കിലും A+ കിട്ടിയവരുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് മൂല്യനിർണ്ണയത്തിലെ കാര്യങ്ങളോ അനുബന്ധ കാര്യങ്ങളോ എന്തുമാകാം. എന്താണെങ്കിലും മുൻ വർഷത്തേതിൽ നിന്നും ഭിന്നമായി അത് A+ കിട്ടിയ സ്റ്റേറ്റ് ബോർഡിലുള്ള കുട്ടികളും A1 കിട്ടിയ CBSEയിലെ കുട്ടികളും എണ്ണത്തിൽ കുറവാണ് എന്നത് ഈ വർഷത്തെ പ്രത്യേകതകളിൽ ഒന്നാണ്. ഇനി ഏത് ബോർഡിൽ പഠിച്ചവരാണെങ്കിലും 10ാം തരത്തിന് ശേഷം ഒരു തുടർ പഠനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഘട്ടത്തിൽ എൻ്റെ ഒരു നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത്, 2 തരത്തിലുള്ള കുട്ടികളെ കേരളത്തിൽ രൂപപ്പെടുകയുള്ളൂ. അഥവാ 2 രൂപത്തിലുള്ള, അല്ലെ 2 രീതിയിൽ പഠനത്തെ കാണുന്ന കുട്ടികളായിരിക്കും കേരളത്തിൽ ഉണ്ടായിരിക്കുക. അതിൽ ഒരു വിഭാഗമെന്ന് പറയുന്നത് 10ാം ക്ലാസ് നല്ല മാർക്കോടെ ജയിച്ചു, ഇനി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രാം പഠിക്കുന്നതിന്, ഒരു കരിയറിലെത്തുന്നതിന് ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും, എത്ര കാലം പഠിക്കേണ്ടി വന്നാലും അത് മുഴുവനായും പഠിച്ച് അതിന് മുഴുവനായും പണിയെടുത്ത് ആ ലക്ഷ്യം എത്തുന്നതുവരെ ഞാൻ തുടരുമെന്ന് നിശ്ചയിക്കുന്ന ഒരു വിഭാഗം കുട്ടികൾ. മറ്റൊരു വിഭാഗമെന്ന് പറയുന്നത് 10ാം ക്ലാസ് ജയിച്ചു, നല്ല മാർക്കുണ്ട്, പക്ഷെ തുടർപഠനം വേണം, എന്നാൽ എനിക്കൊരു തുടർപഠനം സുദീർഘമായൊരു കാലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം 1-2 വർഷക്കാലം പഠനത്തിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു തൊഴിൽ ലഭ്യമാക്കി അത് നേടിയെടുത്ത് ജീവിതത്തെ ഒന്ന് മെച്ചപ്പെടുത്തണമെന്നോ, അല്ലെങ്കിൽ വീട്ടിലെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ദീർഘമായൊരു പഠനത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നൊക്കെ വിചാരിക്കുന്ന രണ്ടാമത്തെ വിഭാഗം കുട്ടികൾ. ഈ 2 വിഭാഗം കുട്ടികളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ 10ാം ക്ലാസ് ജയിച്ചവരായി കാണാറുള്ളൂ. മുൻപൊക്കെ മൂന്നാമതൊരു വിഭാഗം കൂടി ഉണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് തോറ്റുപോയി, ഇനി എന്ത് ചെയ്യണം, അതുകൊണ്ട് പഠനമെന്ന ഒരു പ്രക്രിയ അവിടെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു വിഭാഗമില്ല. കാരണം തോൽക്കുക എന്ന് പറയുന്നത് തീർത്തും അസാധ്യമായ ഒരു കാര്യമാണ്. കാരണം എങ്ങാനും തോറ്റുപോയാൽ തന്നെ പരീക്ഷ എഴുതി ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് മൂന്നാമത് വരാൻ സാധ്യതയുള്ള ഒരു വിഭാഗം കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകാറില്ല. ഇപ്പോൾ 2 വിഭാഗമാണ്. ഒന്ന്, 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ ജയിച്ചു, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിലെത്താൻ, ഞാൻ പ്രതീക്ഷിക്കുന്ന ഒന്നിലേക്ക് എത്തിപ്പെടാൻ എത്ര കാലം പഠിക്കേണ്ടി വന്നാലും അത്ര കാലം പഠിക്കും എന്ന് നിശ്ചയിച്ച ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം, താല്പര്യമുണ്ട്, ഞാൻ പഠിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് സുദീർഘമായൊരു കാലം പഠനത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല, ഒരു തൊഴിൽ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ. ഈ 2 വിഭാഗങ്ങളെ കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഇതിൽ ആദ്യം പറഞ്ഞ വിഭാഗം, ഞാൻ പറയുന്നത് 10ാം ക്ലാസ് വളരെ നല്ല മാർക്കോടെ ജയിച്ചു, ഇനി എനിക്ക് തുടർ പഠനത്തിന് ആഗ്രഹിക്കുന്നുണ്ട്, അത് ആഗ്രഹിക്കുന്ന ഇടം വരെ ഞാൻ എത്തിക്കുമെന്ന് വിചാരിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടത്, കേരളത്തിലെ സ്റ്റേറ്റ് മീഡിയം ആണെങ്കിൽ കേരള സർക്കാരിൻ്റെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനും കൊടുക്കുന്ന വ്യത്യസ്തങ്ങളായ 2 +2 പ്രോഗ്രാമുകളുണ്ട്. ആ +2 പ്രോഗ്രാമിൽ ചേരുക എന്നതാണ്. ഒന്നുകിൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രോഗ്രാമിന് ചേർന്നുകൊണ്ട് അവരുടെ പഠനം മുൻപോട്ട് കൊണ്ടുപോവുക എന്നതാണ്. എന്താണ് ഹയർ സെക്കൻഡറി, എന്താണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. ഇനി രണ്ടാമത്തെ വിഭാഗം, അവരെ സംബന്ധിച്ചിടത്തോളം ഹയർ സെക്കൻഡറി 1ാം വർഷമായ +1 ചേരുന്നു, 2ാം വർഷം +2 പൂർത്തീകരിക്കുന്നു, പിന്നെ റിസൾട്ട് വന്നതിന് ശേഷം തുടർ പഠനത്തിലേക്ക് പോകുന്നു. അത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണെങ്കിലും +1 ചേരുന്നു, +2 പഠനം തുടരുന്നു, പിന്നെ പഠനത്തിന് ശേഷം മറ്റൊരു പഠനത്തിലേക്ക് അവർ യാത്രയാകുന്നു. ഇതാണെങ്കിൽ രണ്ടാമത് ഞാൻ സൂചിപ്പിച്ച വിഭാഗം എന്ന് പറയുന്നത് 10ാം ക്ലാസ് ജയിച്ചു, നല്ല മാർക്കുണ്ട്, പക്ഷെ വീട്ടിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഒരു സുദീർഘമായൊരു കാലം പഠനത്തിലേക്ക് പോകാൻ കഴിയില്ല, എനിക്ക് എന്തെങ്കിലും ജോലി വേണം. ആ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെ സംബന്ധിച്ച് ധാരാളം തൊഴിലവസരങ്ങൾ നൽകുന്ന ഷോർട്ട് ടൈം പ്രോഗ്രാമുകൾ നമ്മുടെ രാജ്യത്ത് ലഭ്യമാണ്. അതിൽ പ്രധാനമായും നൽകുന്ന നമ്മുടെ തന്നെ ടെക്നിക്കൽ മേഖലയിൽ നൽകുന്ന പോളിടെക്നിക്ക്, അതുപോലെ ITI, അതുപോലെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന ഷോർട്ട് ടൈം പ്രോഗ്രാമുകൾ, അതുപോലെ ഫാഷൻ ടെക്നോളജി റിലേറ്റഡ് ആയി കിട്ടുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഷോർട്ട് ടൈം പ്രോഗ്രാമുകൾ അടക്കം ധാരാളം. ഇനി ഇത് കൂടാതെ നമ്മുടെ CDITും അതുപോലെ കെൽട്രോണും അതുപോലെ LBS ഒക്കെ കൊടുക്കുന്ന ഡിജിറ്റൽ മേഖലയുമായി ബന്ധപ്പെട്ട്, കമ്പ്യൂട്ടർ മേഖലയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ധാരാളം ഷോർട്ട് ടൈം സർട്ടിഫിക്കറ്റ്, അതുപോലെ ഡിപ്ലോമ പ്രോഗ്രാമുകളടക്കം എണ്ണമറ്റ പ്രോഗ്രാമുകൾ പഠിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ചില ഇടങ്ങളിലേക്ക് കടന്നു പോകാൻ കഴിയും എന്നതാണ് ഈ 2 ഗ്രൂപ്പിൻ്റെയും പ്രത്യേകത.
ഇതിൽ ഒന്നാമതായി സൂചിപ്പിച്ച ഗ്രൂപ്പുകാരെ സംബന്ധിച്ച് ഞാൻ അവിടെ സൂചിപ്പിച്ചു, കേരളത്തിൽ നമുക്ക് 2 തരം +2കൾ സാധ്യമാകും. 2 തരം എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ രണ്ടെങ്കിലും രണ്ടിനും ചില പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തതിൻ്റെ പേര് ഞാൻ പറഞ്ഞത് ഹയർ സെക്കൻഡറി എന്നതാണ്. രണ്ടാമത്തെ പേര് ഞാൻ സൂചിപ്പിച്ചത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നാണ്. ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കേരള സർക്കാരിൻ്റെ ഹയർ സെക്കൻഡറിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് മാത്രം നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ ചിന്തിക്കാം. അതിൽ ഹയർ സെക്കൻഡറി എന്നത് 2 വർഷക്കാലം പഠനമുള്ള 2 വർഷക്കാലം പഠിക്കേണ്ട ഒരു പഠന പദ്ധതിയാണ്. ഏതാണ്ട് നമ്മുടെ മിക്കവാറും എല്ലാ സ്കൂളുകളോടും ചേർന്ന് ഹൈസ്കൂളുകളോടും ചേർന്ന് ഇപ്പോൾ നമുക്ക് +2 പഠനത്തിന് സാധ്യതയുണ്ട്, അവസരമുണ്ട്. കഴിഞ്ഞ വർഷത്തേക്ക് കണക്കനുസരിച്ച് ചേരാൻ വേണ്ടി സംസ്ഥാന ബോർഡിൻ്റെ 11-12 ക്ലാസ്സുകളിൽ പഠിക്കാൻ വേണ്ടി വരുന്ന കുട്ടികളെക്കാൾ കൂടുതൽ സീറ്റുകൾ വെക്കൻ്റായി നമുക്കുണ്ട്. എന്താണെങ്കിലും ഹയർ സെക്കൻഡറി എന്നത് 2 വർഷക്കാലം പഠിക്കേണ്ട ഒരു പഠന പദ്ധതിയാണ്. ഇതിൽ മുഴുവൻ പേപ്പറുകളെയും അഥവാ ഹയർ സെക്കൻഡറിയിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിച്ച മുഴുവൻ വിഷയങ്ങളും അതുപോലെ ആവർത്തിക്കപ്പെടുകയല്ല, മറിച്ച് ഹയർ സെക്കൻഡറിയിൽ നമുക്ക് 3 ബ്രാഞ്ചുകളാണ് പഠിക്കാൻ കഴിയുക. അതിൽ ഒന്നാമത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് സയൻസ് ബ്രാഞ്ചാണ്, രണ്ടാമത്തത് ഹ്യൂമാനിറ്റീസ് ബ്രാഞ്ചാണ്, മൂന്നാമത്തത് കൊമേഴ്സ് ബ്രാഞ്ചാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പോകാം, എങ്കിലും ആദ്യം ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തത് നമ്മൾ പറയുന്ന സയൻസ് ബ്രാഞ്ച്, രണ്ടാമത്തത് ഹ്യൂമാനിറ്റീസ് ബ്രാഞ്ച്, മൂന്നാമത്തത് കൊമേഴ്സ് ബ്രാഞ്ച്. എല്ലാ സ്കൂളുകളിലും എല്ലാ ബ്രാഞ്ചുകളും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. ചില വലിയ സ്കൂളുകൾ, മിക്കവാറും വലിയ സ്കൂളുകൾ എല്ലാ ബ്രാഞ്ചുകളുടെയും ഒരു ഡിവിഷനെങ്കിലും ഉണ്ടായിരിക്കുമെന്നത് ഒരു പ്രത്യേകതയാണ്. ഒരു ഹയർ സെക്കൻഡറി പ്രോഗ്രാമിൽ നമുക്ക് 2 ലാംഗ്വേജ് സബ്ജക്റ്റുകളും 4 സബ്ജക്റ്റുകൾ വിഷയങ്ങളുമാണ് പഠിക്കാനുള്ളത്. അഥവാ 2 ലാംഗ്വേജും 4 സബ്ജക്റ്റുകളുമാണുള്ളത്. അങ്ങനെ 6 അവേഴ്സാണ് സാധാരണഗതിയിൽ, 6 പീരീഡുകളാണ് ഒരു +2 പഠനകാലത്ത് അല്ലെ +1 പഠനകാലത്ത് ഒരു കുട്ടിക്ക് ക്ലാസ്സുകളിൽ അഭിമുഖീകരിക്കേണ്ടത്. അതിൽ ലാംഗ്വേജ് എന്ന് ഞാൻ പറഞ്ഞത് ഒരു ലാംഗ്വേജ് നിർബന്ധമായും ഇംഗ്ലീഷാണ്, നിർബന്ധമായും നമ്മൾ പഠിക്കണം. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഒരു റീജിയണൽ ലാംഗ്വേജ് ആണ്. അത് സ്വാഭാവികമായും മലയാളമാകാം, തമിഴാകാം, ചിലയിടങ്ങളിൽ കന്നഡ ഉണ്ടാകാം, ചിലയിടങ്ങളിൽ സാൻസ്ക്രിറ്റ് ആകാം, ചിലയിടത്ത് അറബിക് ആകാം. ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ ഭാഷകൾ തിരഞ്ഞെടുക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക്. പക്ഷെ ഇവിടെ കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. ഓരോ സ്കൂളുകളും ഏതെങ്കിലും നിശ്ചിതമായ ഒരു റീജിയണൽ ലാംഗ്വേജ് ആയിരിക്കും അതിൽ പഠിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടാകുക. ആ ലാംഗ്വേജ് മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയൂ. ഉദാഹരണമായി ഇപ്പോൾ ഇടുക്കി ജില്ലയുടെ മലയോര മേഖലകളിലൊക്കെ തമിഴ് മീഡിയങ്ങളിൽ തമിഴായിരിക്കാം സെക്കൻഡ് അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് ആയിട്ട് വരിക. മറിച്ച് നമ്മൾ കാസർഗോഡ് പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കന്നഡയായിരിക്കും. എന്നാൽ മലപ്പുറം പോലെയുള്ള സ്ഥലങ്ങളിൽ ധാരാളം ഇടങ്ങളിൽ അറബി വരാറുണ്ട്, ചില സ്കൂളുകളിൽ സാൻസ്ക്രിറ്റ് വരാറുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ ഏതെങ്കിലും ഒരെണ്ണവും ഇംഗ്ലീഷും നിർബന്ധമായും ഉണ്ടാവും. അതാണ് ഞാൻ 2 ലാംഗ്വേജ് പേപ്പറുകൾ എന്ന് പറഞ്ഞത്. പിന്നെ ഇംഗ്ലീഷിലാണെങ്കിലും പിന്നെ സയൻസ് ബാച്ചിലാണെങ്കിലും ഹ്യൂമാനിറ്റീസ് ബ്രാഞ്ചിലാണെങ്കിലും കൊമേഴ്സ് ബ്രാഞ്ചിലാണെങ്കിലും 4 വിഷയങ്ങൾ കാണും. ഇപ്പോൾ സയൻസ് ബ്രാഞ്ചിലാണെങ്കിൽ ഉദാഹരണത്തിന് ഒരു സയൻസ് ബ്രാഞ്ചിൻ്റെ ഒരു കോമ്പിനേഷൻ ഇങ്ങനെ ആയിരിക്കും: ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി. ഒരു കോമ്പിനേഷൻ ഇതാണ് സയൻസ് ബാച്ചിൽ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി. ഇവിടെ ഫിസിക്സ് ഒരു പേപ്പർ, കെമിസ്ട്രി ഒരു പേപ്പർ, മാത്തമാറ്റിക്സ് ഒരു പേപ്പർ, ബയോളജി ഒരു പേപ്പർ. 4 പേപ്പറും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷൻ. ഇപ്പുറത്ത് ഹ്യൂമാനിറ്റീസിലും അങ്ങനെ 4 തന്നെയായിരിക്കും, കൊമേഴ്സിലും 4 തന്നെയായിരിക്കും. അങ്ങനെ 4 പേപ്പർ, അങ്ങനെ 6 സബ്ജക്റ്റുകളാണ് ടോട്ടൽ വരിക. അതിൽ 2 ലാംഗ്വേജും 4 വ്യത്യസ്ത വിഷയങ്ങളുള്ള പഠനവും ചേരുന്ന ഒരു വിഭാഗമാണ് നമ്മൾ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത്. സ്വാഭാവികമായും നമ്മുടെ ഈ ഹയർ സെക്കൻഡറി പ്രോഗ്രാമിന് കുട്ടികൾക്ക് ചേരുന്നതിനും പഠിക്കുന്നതിനുമൊക്കെയുള്ള അവസരമുണ്ട്. അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഓരോ ബ്രാഞ്ചിലും സയൻസിൽ എത്ര ബ്രാഞ്ചുകളുണ്ട്, കൊമേഴ്സിൽ എത്ര ബ്രാഞ്ചുകളുണ്ട്, ഹ്യൂമാനിറ്റീസിൽ എത്ര ബ്രാഞ്ചുകളുണ്ട് എന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ വിശദമായി സംസാരിക്കാം. ആ വിഷയങ്ങൾ കൂടുതലായി നമുക്ക് പറയുകയും ചെയ്യാം. നന്ദി. പുത്തൻ വിദ്യാഭ്യാസ പ്രോഗ്രാം പരിചയപ്പെടുത്തുന്നു കരിയർ ജാലകം.